അള്ളാഹുവിൻ്റെ ഇസ്മുകളിലെ 2 ഇസ്മാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അൽ അവ്വലു വൽ ആഖിർ. അള്ളാഹ് ഈസ് ദ ഫസ്റ്റ്, ഹി ഈസ് ദ ലാസ്റ്റ്. അള്ളാഹുവാണ് അവ്വൽ. അവ്വൽ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉള്ളവൻ എന്നാണ്. സമയമുണ്ടാകുന്നതിൻ്റെ മുമ്പ് അള്ളാഹു തആല ഉണ്ടെന്നാണ്. സമയവും സ്ഥലവും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടി ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് സൃഷ്ടാവുണ്ടായിരിക്കും. ഒരു ഉദാഹരണം, എന്തെങ്കിലും ഇപ്പോൾ ഈ സ്റ്റേജിന് ഇവിടെ ഡെക്കറേഷൻ ചെയ്ത് കാണുന്നുണ്ടല്ലേ, ഇത് ചെയ്ത ആൾ, ഇത് വരുന്നതിന് മുമ്പ് അയാൾ ഇവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഇതുണ്ടായതിന്റെ ശേഷമാണ് ഇത് ഉണ്ടാക്കിയ ആൾ ജനിച്ചതെന്ന് പറഞ്ഞാൽ അത് ലോജിക്കല്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് തആല അവ്വലാണ് എന്ന് പറഞ്ഞാൽ റബ്ബിന് മുമ്പ് ഒന്നുമേ ഇല്ല. എല്ലാറ്റിൻ്റെയും മുമ്പ്, എല്ലാ മൗജൂദാത്തിൻ്റെയും എല്ലാ സൃഷ്ടികളുടെയും മുമ്പ് അല്ലാഹു തആല ഉള്ളവനാണ്. അതാണ് അള്ളാഹു റബ്ബിനെ പറ്റി പറഞ്ഞത്. അള്ളാഹു അവ്വലാണ്. ഇത് അള്ളാഹു പറഞ്ഞുതരാണ്. വൽ ആഖിർ, അള്ളാഹുവാണ് ആഖിറായവൻ എന്ന് പറഞ്ഞാൽ ആരംഭത്തിലേക്ക് പോയാൽ ഒരു ആരംഭമില്ലാത്തവനായ അള്ളാഹു, അവസാനത്തിലേക്ക് നോക്കിയാൽ അവസാനമില്ലാത്തവനായ അള്ളാഹു, അതാണ് ആഖിർ. ഹുവൽ അവ്വലു വൽ ആഖിർ. നമ്മളെങ്ങനെയാണ് അർത്ഥം കൊടുത്തത്? ആദ്യമായവനും ശാശ്വതനുമായ അള്ളാഹു, ഹുവൽ അവ്വലു വൽ ആഖിർ. ചില ഇസ്മുകളെ നമ്മൾ ഒരുമിച്ചാണ് പറയേണ്ടത്. അവ്വൽ എന്ന് പറയുമ്പോൾ തന്നെ ആഖിർ, അള്ളാഹുവിന്റെ ഇസ്മു ഉടനെ മനസ്സിലാക്കണം. അൽ അവ്വലു വൽ ആഖിർ, അല്ലാഹിറു വൽ ബാത്തിൻ, അൽ ഖാഫിദു റാഫിഅ, അൽ മുഇസ്സുൽ മുദിൽ. ഇങ്ങനെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു റാഫി ആണ്, ഉയർത്തുന്നവനാണ്. അള്ളാഹു താഴ്ത്തുന്നവനാണ്. അള്ളാഹു താഴ്ത്തുന്നത് എന്തിനാ? ഉയർത്താനാണ്. അള്ളാഹു അൽ മുഇസ് അൽ മുദിൽ, അള്ളാഹു അപമാനം നൽകുന്നവനാണ്. അള്ളാഹു അഭിമാനം നൽകുന്നവനാണ്. അള്ളാഹു എന്തിനാണ് അപമാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അതിൻ്റെ പിറകിലൂടെ അഭിമാനം നൽകാനാണ്. വലിയ അഭിമാനവും വലിയ അസ്തിത്വവും നൽകാനാണ്. അന്നാഫിഉദ്ദാർ, അള്ളാഹുവിൽ നിന്നാണ് ഉപകാരങ്ങൾ ഉണ്ടാകുന്നത്. ഉപദ്രവം സൃഷ്ടിക്കുന്നതും അള്ളാഹു തന്നെയാണ്. എന്തിനുപദ്രവം? നമുക്ക് പ്രത്യക്ഷത്തിൽ ഉപദ്രവമായിട്ട് തോന്നും, പക്ഷെ അതെന്തിനാണ്? ഉപകാരത്തിനാണ്. നമ്മുടെ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, കുട്ടിക്ക് സർജറിക്ക് വിധേയമാക്കുന്നു. പ്രത്യക്ഷത്തിൽ അതൊരു ലററാണ്, അതൊരു പ്രയാസമാണ്. പക്ഷെ എന്തിനാണത്? ആ കുട്ടി ഹെൽത്തി ആയിട്ട് ജീവിക്കാനാണ്. ആ സൂചിയുടെ വേദന കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അസുഖം മാറിയേക്കും. അപ്പം എന്ത് ചെയ്യും? ആ വേദനയ്ക്ക് നമ്മൾ നിന്നു കൊടുക്കുന്നത് വാപ്പയ്ക്ക് മക്കളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല, സ്നേഹം ഉള്ളത് കൊണ്ടാണ്. എന്നതുപോലെ അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാഹു വിശാലമാക്കി തരുന്നവനാണ്. അള്ളാഹു സങ്കുചിതമാക്കുന്നവനാണ്. എന്തിനാ സങ്കുചിതാക്കുന്നത്? വിശാലമാക്കി തരാനാണ്. സുബ്ഹാന ജല്ല ജലാലു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഒരുമിച്ച് 2 ഒരുമിച്ച് പറയേണ്ട ഇസ്മുകളിൽ പെട്ടതാണ് അൽ അവ്വൽ വൽ ആഖിർ. വേറെന്ന് പറയും അല്ലാഹിറുൽ ബാത്തിൻ. 2 ഒരുമിച്ചാണ് വരിക. അള്ളാഹു അവ്വലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അന്നല്ലാഹ ലം യസ്ബിഖുഹു ഫിൽ വുജൂദി ശൈഉൻ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് മുമ്പ് ഒന്നുമേ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ അസ്തിത്വം, അള്ളാഹുവിൻ്റെ ഉണ്മ, അതിൻ്റെ മുമ്പ് എന്ന് പറയുന്ന സംഗതിയേ ഇല്ല എന്നാണ് അതിനർത്ഥം. ഒന്ന്. മറ്റൊന്ന്, ലാ യഹ്താജു ഇലാ ഗൈരിഹി ഇലാ ഗൈരിഹി, അള്ളാഹു മറ്റൊരാളിലേക്ക് ആവശ്യമുള്ള ഇല്ലാത്തവനാണ്. ആദ്യം ആയവൻ എന്ന് പറഞ്ഞാൽ ആ ആദ്യമായവൻ മറ്റൊന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ്. കാരണം രണ്ടാമത് വന്നതാണെങ്കിൽ ഒന്നാമത്തെ ഉണ്ടായാലേ രണ്ടാമത്തെ ഉണ്ടാവുള്ളൂ. ഒരു ബിഗിനിങ്ങിലേക്ക് ആവശ്യം ഉണ്ടാകുമ്പോഴേ, ഒരു ബിഗിനർ ഉണ്ടാകുമ്പോഴേ സെക്കൻഡ് ഉണ്ടാവുള്ളൂ, അപ്പോഴേ തേർഡ് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ആദ്യമുണ്ടാകുന്നത് ഒരാളിലേക്കും ആവശ്യമില്ലാത്തവനായ അള്ളാഹു. മൂന്നാമത്തെ ഒരർത്ഥം അശ്ശൈഉ അൽ മുസ്തഗ്നി ബിനഫ്സിഹി ഫി വുജൂദിഹി, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് മറ്റാരിലേക്കും ആവശ്യമില്ലാത്ത സ്വയം പര്യാപ്തതയുള്ളവനായ അള്ളാഹു. ഇങ്ങനെ 3 മഅനയിലാണ് അവ്വലിനെ മഹാന്മാർ വ്യാഖ്യാനിച്ചത്. അള്ളാഹുവിൻ്റെ മുമ്പ് ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ വുജൂദിൻ്റെ മുമ്പ് ഒന്നുമില്ല. അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വുജൂദ്, റബ്ബിൻ്റെ അസ്തിത്വം സ്വയം പര്യാപ്തമാണ്, അതിനൊരു ന്യൂനതയുമില്ല. ഈ 3 അർത്ഥത്തിലാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഐന കാനല്ലാഹു ഖബ്ലൽ ഖൽഖ്, അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു എവിടെയായിരുന്നു നബിയേ? അത് നബി തങ്ങൾ കൊടുത്ത അർത്ഥം വളരെ പ്രത്യേകതയുള്ളതാണ്. ഖാനല്ലാഹ് വലം യകുൻ മഅഹു ഷൈ. ഖാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അസ്തിത്വം ഉണ്ടായിരുന്നു. വലം യകുൻ മഅഹു ഷൈഉൻ, അള്ളാഹുവിൻ്റെ കൂടെ ഒന്നുമേ ഉണ്ടായിരുന്നില്ല.
അല്ല എവിടെയായിരുന്നു ചോദിച്ചാൽ സൃഷ്ടികൾക്ക് മുമ്പും അള്ളാഹു ഉണ്ട്. അള്ളാഹുവിൻ്റെ അസ്തിത്വം അന്നേ ഉണ്ട്. അള്ളാഹുവിൻ്റെ കൂടെ ഒരു സൃഷ്ടിയും ഇല്ലാത്ത കാലത്തും അള്ളാഹു ഉണ്ടായിരുന്നു. അപ്പൊ അറാബി ചോദിച്ചു, നബിയെ അങ്ങനെയാണെങ്കിൽ ഐന ഹുവൽ ആൻ, അള്ളാഹു ഇപ്പൊ എവിടെയാണ്? പറഞ്ഞു, ഹുവൽ ആന അലാ മാ കാന അലൈഹി, അള്ളാഹു എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് അള്ളാഹു. ഇത് വളരെ ഹിക്മത്തിൻ്റെ ഒരു ആൻസറാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ കോംപ്രഹെൻഡ് ചെയ്യാൻ വലിയ പ്രയാസം വരും. ചില കാര്യങ്ങളെ നമ്മൾ മനനം ചെയ്തെടുക്കാൻ. ഹുവൽ അവ്വലു വൽ ആഖിർ, അള്ളാഹു അവ്വലാണ്, അള്ളാഹു ആഖിറാണ്. നമ്മുടെ ചിന്തയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോയാൽ ഇപ്പോൾ 21-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്, 18, 5-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, BC 1, BC 2, അങ്ങനെ പോയാൽ BC ഒരു ഇൻഫിനിറ്റി വരെ പോവേണ്ടി വരും. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു അറ്റമുണ്ടല്ലോ. ആ അറ്റം നമുക്ക് കണക്കാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു പോകുന്നത്. അതിൻ്റെയും മുമ്പ് സൃഷ്ടിപ്പാണ്. ബിഗ് ബാങ് എന്ന് പറയുകയാണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ ബിഗ് ബാങ് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ കേട്ടോ. അതിൻ്റെ മുമ്പോ ഒന്നുമില്ല. പടച്ചതമ്പുരാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ എത്ര ബാക്കോട്ട് പോയാലും ബാക്കോട്ട് എന്താ, അന്നാരാണ്, അതിൻ്റെ മുമ്പ് ആരാണ്, അതിൻ്റെ മുമ്പ് എന്തായിരുന്നു, എങ്ങനെ, അങ്ങനെ പിറകിലോട്ട് പോയാൽ നമ്മൾ എത്തിച്ചേരുന്നത് അല്ലാഹ് എന്ന അവ്വലിലാണ്. വളരെ രസകരമായൊരു സംഭാഷണം അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെതായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോടൊരു ചോദ്യം വന്നു, മതാ ഖാൻ അല്ലാഹ്, അള്ളാഹു എന്നാ ഉണ്ടായത് എന്നാണ് ആ ചോദ്യം. മതാ ഖാൻ അല്ലാഹ്, അതൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അതിന് ഉത്തരം കിട്ടി. അള്ളാഹു എന്നാണ് ഉണ്ടായത് അലിയാരെ എന്ന് ചോദിച്ചതിന് അലി തങ്ങൾ കൊടുത്ത മറുപടി എന്താ അറിയോ? വമതാ ലം യകുൻ, അള്ളാഹു എന്നാണ് ഇല്ലാതിരുന്നത് എന്ന് നീ പറ. കഴിഞ്ഞു. അള്ളാഹ് എന്നുണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു എന്നാണ് ഇല്ലാതിരുന്നത് എന്ന് നീ പറ. അതാണ് അതിൻ്റെ ഉത്തരം. വമതാ ലം യകുൻ. അതുകൊണ്ടാണ് ഉലമാ പറയുന്നത്, മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണ് ഇരിക്കുന്നത്, അള്ളാഹു എവിടെയാണ് എന്നോ അള്ളാഹു എപ്പോഴാണ് ഉണ്ടായത് എന്നോ അള്ളാഹുവിനെ സംബന്ധിച്ച് ചോദിക്കാൻ പാടില്ല. കാരണം ലിഅന്നഹു, അള്ളാഹു ഖാലിഖുൽ മക്കാനി വസ്സമാൻ, സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും സൃഷ്ടിപ്പ് നടത്തിയത് അള്ളാഹുവാണ്. അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കൽ വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അള്ളാഹ് എന്ന വാക്കിനർത്ഥം എന്താണ്? അതിൻ്റെ അടിസ്ഥാനം അൽ ഇലാഹ് എന്നാണ്. എന്നാൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? അലിഹ യഅ്ലഹു എന്ന് പറഞ്ഞാൽ ടു ബെവിൽഡർ, അന്തം വിട്ടുപോകുക എന്നാണ് ശരിക്ക് അലിഹ എന്ന വാക്കിൻ്റെ അർത്ഥം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ഇത് ഉണ്ടാക്കിയ ഒരാൾ, ആ പടച്ച തമ്പുരാനെ ആരധികാരം കൊടുത്തു? ആ തമ്പുരാൻ എങ്ങനെ ഉണ്ടായി? ആ തമ്പുരാൻ അവ്വലാണല്ലോ, ആഖിറാണല്ലോ, അവൻ ഹയ്യുൻ ലാ യമൂത്ത്, ഖയ്യൂമാണ് പടച്ച തമ്പുരാൻ. ഇതൊക്കെ എങ്ങനെ എന്ന് ചിന്തിച്ചാൽ മനുഷ്യൻ അന്തം വിട്ടുപോകും. അതിനാണ് ഇലാഹ് എന്ന് പറയാ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്. ഈ ഒരു സൃഷ്ടിപ്പിൻ്റെ മൂലകാരണമായ, പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന കാരണമായ, മുസബ്ബിബുൽ അസ്ബാബായ അള്ളാഹു ജല്ല ജലാലുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇലാഹായ ലാ ഇലാഹ എന്ന ഇലാഹിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അലിഹ, അവിടെ ഹെഡ് സ്പിൻ ചെയ്യും, തലങ്ങനെ കറങ്ങും. എന്താണിത്? അങ്ങനെ കറങ്ങണില്ലെങ്കിൽ നമ്മൾ തലക്കെന്തോ കുഴപ്പമുണ്ടെന്നതിനർത്ഥം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഇസ്മ അലിഹയിൽ നിന്നുള്ള ഇലാഹായി മാറിയത്. ആ അൽ ഇലാഹാണ് അള്ളാഹുവായി മാറുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഭൂമിക്ക് മുകളിലെ ചർച്ചകളിൽ ഏറ്റവും വലിയ ചർച്ച റബ്ബ് തആലയെ കുറിച്ചുള്ള ചർച്ചയാണ്. വൽ അവ്വലു വൽ ആഖിർ. നമ്മൾക്കറിയുമോ, നമ്മുടെ ചുറ്റുമുള്ള, ഇതൊരു കൗതുകകരമായൊരു കാര്യം, നമ്മുടെ ചുറ്റുമുള്ള സംഗതികളൊക്കെ ലിമിറ്റഡാണ്. ഒരു പരിധിയുണ്ട്. മനുഷ്യന് ഏകദേശം 40 വയസ്സാകുമ്പോൾ യൗവനം, ആരോഗ്യത്തോടുകൂടെ കഴിഞ്ഞു, പഠിക്കാനുള്ളത് പഠിച്ചു, ഡിഗ്രി എടുത്തു, PG എടുത്തു, മറ്റ് കോഴ്സുകളൊക്കെ ചെയ്തു, ജോലി ചെയ്യാൻ തുടങ്ങി, കച്ചവടം ചെയ്തു. അപ്പോൾ കല്യാണം കഴിക്കണം തോന്നി, കല്യാണം കഴിച്ചു, കുട്ടികളാവണമെന്ന് ആഗ്രഹം, അത് ആയി, വീടുണ്ടാവണമെന്ന് വീടുമായി. പിന്നെ ഇങ്ങനെ തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു, വിശ്രമിക്കുന്നു, ജീവിക്കുന്നു. ഒരു 40 വയസ്സ് വരെ ഇങ്ങനെ തുടരാൻ പറ്റിയാൽ, ഇപ്പം 40 വയസ്സായിട്ടും പെരപ്പണി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ചിന്തയിൽ അങ്ങനെ പോയിക്കോളും. അതായിക്കഴിഞ്ഞാൽ, നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ മനുഷ്യന് ദുന്യാവിൽ ബോറടിക്കുന്ന, കാരണം എല്ലാം മടുപ്പ് വരും. ഇപ്പം ഇന്ന് നല്ല സ്പെഷ്യൽ ഭക്ഷണം കഴിച്ചു, നാളെ വേറൊന്ന്, മറ്റന്നാളോ അത് കഴിഞ്ഞാൽ വേറൊന്ന്, അങ്ങനെ ഒരു 10, 15, 30 വെറൈറ്റി എന്നൊക്കെ വിചാരിക്കുക. ഒരു മാസം കഴിച്ചു വ്യത്യസ്തമായ ഭക്ഷണം, പിന്നെ 31ാമത്തെ ദിവസം ആദ്യം തുടങ്ങിയത് തന്നെ വരാനുള്ളത്. തീർന്നു, പരിമിതികൾ അവസാനിച്ചു.
നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആവേശം ഉണ്ടാവില്ല. ഈ ലോകത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബോറടിക്കാതെ ആശ്വാസത്തിൽ ജീവിക്കാനുള്ള ഒരേ ഒരു വഴി അവലും ആഖിറുമായ അല്ലാഹു ജല്ല ജലാലുവുമായുള്ള ബന്ധമാണ്, നമ്മുടെ ആത്മീക ബന്ധമാണ്. ആ ഒരു ലോകത്തേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയൊക്കെ ബോറടിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തമായവനാണ്, ലാ നിഹായത ല, എന്നെന്നും എന്നെന്നും നിലനിൽക്കുന്നവനായ ശാശ്വതനായവനാണ് അല്ലാഹു ജല്ല ജലാലു. അൽ ബാഖി ബഅദ ഫിനാഇ ഖൽഖിഹി, അല്ലാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ എല്ലാം അവസാനിച്ചാലും അല്ലാഹു അവിടെ ബാക്കിയാവും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ അസ്മാവുകൾ വല്ലാത്തൊരു വളരെ ഫാസിനേറ്റിംഗ് ആണ്.